ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ഹോസ്പിറ്റലിലെ വിവരങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ ടെൻഷനോടെ നിൽക്കുകയാണ് സേതുവും അനഘയും ആതിരയും. അതേസമയം ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ബ്ലഡ് ആവശ്യമായി വന്നേക്കാമെന്നും അറേഞ്ച് ചെയ്ത് വെക്കാനും സിസ്റ്റർ വന്ന് സച്ചിയോടും അർച്ചനയോടും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ഇത് ചിലപ്പോൾ ന്യൂസ് ആകില്ലേ, ആത്മഹത്യാ ശ്രമമല്ലേ എന്നൊക്കെ സ്നേഹ പറയുമ്പോൾ സേതു പറയുകയാണ്, അതെ, നെല്ലിശ്ശേരി സേതുമാധവന്റെ മരുമകൾ ആത്മഹത്യക്ക് ശ്രമിച്ചെന്നായിരിക്കും ഇനി വരാൻ പോകുന്ന വാർത്തകളെല്ലാം. എന്നാലും ചേച്ചി എന്തിനായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തത്? അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞു തീർത്താൽ പോരായിരുന്നോ എന്നൊക്കെ അനഘ പറയുമ്പോൾ സ്നേഹ പറയുകയാണ്, എൻ്റെ അനഘെ, നിനക്ക് നിന്റെ ചേച്ചിയുടെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നതല്ലേ. മോളെ, ഞാനൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോകട്ടെ എന്ന് സേതു ചോദിക്കുമ്പോൾ ഹോസ്പിറ്റലിലെ കാര്യങ്ങളെല്ലാം അവർ വിളിച്ച് പറഞ്ഞിട്ട് പോയാൽ മതിയെന്ന് സ്നേഹ സേതുവിനോട് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. അവന്തികയ്ക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്നും എന്താണെങ്കിലും സൂയിസൈഡ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾ പോലീസിനെ വിവരം അറിയിക്കുമെന്നും ഡോക്ടർ പറയുന്നു. അതൊന്നും വേണ്ടെന്ന് സച്ചി പറയുമ്പോൾ എന്താണെങ്കിലും അയാളുടെ ഹസ്ബൻഡിനോട് എന്നെ ഒന്ന് വന്ന് കാണാൻ പറയാനായി ഡോക്ടർ പറയുകയാണ്. അതേസമയം തന്നെ സിസ്റ്റർ പുറത്തേക്ക് വരികയും സേതുമാധവൻ ആരാണെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ അച്ഛനാണ്, ഇവിടെ ഇല്ലെന്ന് അർച്ചന പറയുമ്പോൾ അത് പിന്നെ പേഷ്യന്റിന് അയാളോട് മാത്രം സംസാരിക്കാനുള്ളെന്നും വേറെ ആരെയും കാണുക പോലും വേണ്ടെന്നാ പറഞ്ഞതെന്നും സിസ്റ്റർ പറയുന്നു. ഇത് കേൾക്കുന്ന അർച്ചന ഞെട്ടലോടെ സച്ചിയെയും സന്ദീപിനെയും നോക്കുകയാണ്. ഇതുകൂടി കേൾക്കുമ്പോഴേക്കും ഡോക്ടർ പറയുകയാണ്, ഇപ്പോൾ എനിക്ക് എന്താണെങ്കിലും ഉറപ്പായി നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ എന്താണെങ്കിലും പോലീസിനെ വിളിച്ച് ഈ കാര്യം അറിയിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് സിസ്റ്റർ അവന്തികയുടെ അടുത്തേക്ക് ചെന്ന് സേതുമാധവൻ അവിടെ ഇല്ലെന്നും ബാക്കിയുള്ളവര് ബന്ധുക്കളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് സേതുമാധവനെ മാത്രം കണ്ടാൽ മതിയെന്ന് അവന്തിക ആ സിസ്റ്ററിനോട് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അർച്ചന സേതുമാധവനെ വിളിക്കുകയും അവന്തിക പറഞ്ഞ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു. മോളെ, നിങ്ങളെല്ലാവരും ഇപ്പോൾ അവിടെ ഉണ്ടല്ലോ, പിന്നെയും എന്തിനാ അവൾക്ക് എന്നെ കാണണമെന്ന് പറയുന്നത്? അതൊന്നും എനിക്കറിയില്ല അച്ഛാ, അവന്തികടത്തിക്ക് അച്ഛനെ കാണണമെന്ന് തന്നെയാ പറയുന്നത്. അച്ഛൻ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞുകൊണ്ട് അർച്ചന കോൾ കട്ട് ചെയ്യുന്നു. എന്താച്ചാ ചേച്ചി എന്തോ പറഞ്ഞതെന്ന് ആതിര ചോദിക്കുമ്പോൾ അവന്തികയ്ക്ക് എന്നെ കാണണമെന്നാ പറയുന്നത്, വേറെ ആരെയും കാണണ്ടെന്ന് പറഞ്ഞെന്നും സേതു പറയുന്നു. എന്താണെങ്കിലും ഞാൻ പോയി റെഡിയായിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് സേതു റൂമിലേക്ക് പോകുമ്പോൾ സ്നേഹ പറയുകയാണ്, അവന്തിഘട്ടത്തിലെ ഈ വെയിൻ കട്ടിയിലും കൂടാതെ ഇപ്പോൾ അച്ഛനെ മാത്രം കണ്ടാൽ മതിയെന്ന് പറയുന്നതും എല്ലാം കൂടി നോക്കിയിട്ട് എനിക്ക് തോന്നുന്നത് എന്തോ വശപ്പിശകുണ്ടെന്ന് തന്നെയാ. അവന്തിഘട്ടത്തി എന്താണെങ്കിലും എന്തോ വലുത് കണക്ക് കൂട്ടി വെച്ചിട്ട് തന്നെയാ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവുക. പിന്നീട് കാണിക്കുന്നത് സേതുമാധവൻ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നതാണ്. സേതുമാധവൻ അവന്തികയെ കാണാനായി റൂമിലേക്ക് ചെല്ലുന്നു. സേതുമാധവനെ കണ്ടയുടൻ അവന്തിക കരയുകയാണ്. അച്ഛാ, എൻ്റെ ലൈഫ് പോയി, ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല. എന്താ മോളെ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? നിനക്ക് എന്തുണ്ടെങ്കിലും എന്നോട് പറയാമായിരുന്നില്ലേ എന്ന് സേതു ചോദിക്കുമ്പോൾ അവന്തിക പറയുകയാണ്, അച്ഛനോട് പറഞ്ഞാൽ എന്നെ കൊന്നു കളയുമെന്നാ നന്ദേട്ടൻ പറഞ്ഞത്. ഇപ്പോൾ എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് സേതു ചോദിക്കുമ്പോൾ അവന്തിക പറയുകയാണ്, അച്ഛൻ അറിയാമോ, നന്ദേട്ടന് എന്നോട് ഒരു സ്നേഹവുമില്ല. ഞാനും ഒരു പെണ്ണല്ലേ, ഒരു കുഞ്ഞു വേണമെന്ന ആഗ്രഹം എനിക്കും ഉണ്ടാകില്ലേ? ഡോക്ടറെ കാണാനൊന്നും നന്ദേട്ടൻ സമ്മതിക്കുന്നില്ല. എന്നെ ഏതോ ശത്രുവിനെ പോലെയാ നന്ദേട്ടൻ ഇപ്പോൾ കാണുന്നത്. ഞാൻ അവനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് സേതു പറയുമ്പോൾ അവന്തിക പറയുകയാണ്, അച്ഛൻ ഇനി സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. നന്ദേട്ടന് ഡിവോഴ്സ് വേണമെന്നാ ഇപ്പോൾ പറയുന്നത്. ഒരു ജോയിന്റ് ഡിവോഴ്സ് പെറ്റീഷനിൽ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഒപ്പിട്ട് കൊടുക്കണമെന്നാ പറയുന്നത്. ഞാനിത് എങ്ങനെ സഹിക്കും അച്ഛാ എന്ന് ചോദിച്ചുകൊണ്ട് പൊട്ടിക്കരയുകയാണ് അവന്തിക. അതേസമയം ഇതെല്ലാം കേട്ടുകൊണ്ട് ദേഷ്യത്തിൽ നിൽക്കുകയാണ് സേതുമാധവൻ. ഇനിയും നന്ദേട്ടൻ എന്നെ ഡിവോഴ്സിന് നിർബന്ധിച്ചാൽ ഞാൻ ഉറപ്പായും മരിക്കുക തന്നെ ചെയ്യും. എൻ്റെ മരണത്തിന്റെ കാരണക്കാരൻ നന്ദേട്ടനാണെന്ന് ഞാൻ കുറിപ്പും എഴുതി വെക്കുമെന്ന് അവന്തിക പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് സേതുമാധവൻ. അച്ഛനെയും വീടുമൊക്കെ വിട്ടിട്ട് എനിക്ക് എങ്ങോട്ടേക്കും പോകാൻ സാധിക്കില്ല. അതിലും ഭേദം ഞാൻ മരിക്കുന്നത് തന്നെയാ. എനിക്ക് എന്റെ സങ്കടം പറയാൻ അച്ഛൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവന്തിക പൊട്ടിക്കരയുമ്പോൾ സേതുമാധവൻ പറയുകയാണ്, ഞാൻ നിനക്കെന്താണെങ്കിലും ഒരു കാര്യത്തിൽ ഉറപ്പ് തരാം. നിനക്കെന്താണെങ്കിലും നെല്ലിശ്ശേരി വിട്ടു പോകേണ്ടതായി വരില്ല. നന്ദേട്ടന്റെ തീരുമാനം അച്ഛൻ എങ്ങനെ മാറ്റാൻ സാധിക്കുമെന്ന് അവന്തിക ചോദിക്കുമ്പോൾ അതിനൊക്കെ വഴിയുണ്ടെന്ന് പറഞ്ഞ് എന്തൊക്കെയോ കാര്യങ്ങൾ രഹസ്യമായി അവന്തികയോട് പറയുകയാണ് സേതുമാധവൻ. തൽക്കാലം ഈ കാര്യങ്ങളെല്ലാം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. അവനെങ്ങാനും മോളെ ഡിവോഴ്സ് ചെയ്യാൻ ശ്രമിച്ചാൽ ഈ കാര്യങ്ങളെല്ലാം ഞാൻ നടപ്പിലാക്കുക തന്നെ ചെയ്യും. അങ്ങനെ സേതു റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സന്തോഷത്തോടെ കിടക്കുകയാണ് അവന്തിക. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. നേരം രാത്രിയാകുന്നു. അവന്തികയുടെ റൂമിലേക്ക് മാറ്റിയെന്നും നാളെ രാവിലെ ഡിസ്ചാർജ് ചെയ്യുമെന്നും സച്ചി അർച്ചനയോട് പറയുന്നു. അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ മുതൽ വേറെ ഒരു ഭാവത്തിലാണ്. അച്ഛന് അത്രയ്ക്ക് ഫീലായ എന്തോ കാര്യമാണ് അവന്തികേട്ടത്തി അച്ഛനോട് പറഞ്ഞത്. എടോ, തന്നോട് നന്ദേട്ടൻ എന്തെങ്കിലും പറഞ്ഞോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ ഒന്നും പറഞ്ഞില്ലെന്നും ഞാനെന്തെങ്കിലും ചോദിക്കുമെന്ന് കരുതിയാകും ഒഴിഞ്ഞുമാറി നടക്കുന്നതെന്നും
അർച്ചന പറയുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.